ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒരു അസുലഭ മുഹൂർത്തം ഇന്ത്യൻ സിനിമ ചരിത്രത്തിന് തന്നെ ഭാഗമാവാൻ പോവുകയാണ്. ഇനി വെറും 7 ദിവസം മാത്രം ബാക്കി നിൽക്കെ ജാനുവരി 25 മലൈക്കോട്ടെ വാലിബൻ ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകരുടെ മുന്നിൽ എത്തുകയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്ന നിരവധി ഈ ഭാഷകളിൽ ആണ് ഒരു പാൻ ഇന്ത്യൻ മൂവി റിലീസായി മലൈക്കോട്ടെ വാലിബൻ എത്തുന്നത്. Once again, welcoming each one of you to the grand launch of Malaikote Vaaliban. Needless to say, such a grand cinema wouldn't be possible without the pillars of strength we call producers. Century Films, John and Mary Creators, Max Lab, Saregama India Limited ആണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. This is the coming together of big forces to make a big cinema. പൊതുപ്രവർത്തനം എന്ന നിലയിൽ എല്ലാവരും ആരാധിക്കുന്ന ശ്രീ ഷിബു ബേബി ജോൺ നിർമ്മാണ രംഗത്തിലേക്ക് കാല് ചുവടുകൾ വെക്കുന്ന സിനിമ കൂടിയാണ് ഇത്. ലാലേട്ടനായിട്ടുള്ള ദീർഘകാലം സൗഹൃദമാണ് ഇദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് എത്തിക്കുന്നത്. And on behalf of all the producers, I invite on stage Shri Shibu Baby John. So welcome. Hitmaker Lijo Jose and Abhinaya Chakravarti Laleta ഒത്തുചേർന്നപ്പോൾ സർ ആസ് എ പ്രൊഡ്യൂസറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നേവരെ സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി ഒന്നും സഞ്ചരിച്ചല്ല ഇതിലെത്തിയത്. ഇതൊക്കെ യാദൃശ്യമായി സംഭവിച്ചതാണ്. ലാലുമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള പരിചയവും സ്നേഹവും അതൊരു സിനിമയിലേക്ക് എത്തിച്ചു. അവിടെ അവിചാരിതമായി ലിജോയെ കണ്ട് അവർ തമ്മിൽ കണ്ടുകിട്ടത്തേക്കിന് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ബിക്കോസ് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ലാംഗ്വേജ്, നമുക്ക് പലപ്പോഴും ഒരു സൈൻ ലാംഗ്വേജ് ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ലിജോയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ലാലിന് മനസ്സിലാവും. ലാലിനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടതെന്നുള്ളത് ലിജോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായി. മാത്രമല്ല ഈ സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, ഈ എൻറ്റയർ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സോ യു ആസ് എ പ്രൊഡ്യൂസർ, വാട്ട് ഹാസ് ബീൻ യുവർ വിഷൻ ടു ഗോ ഫോർവേഡ്? ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇത് തുടങ്ങിയത് രാജസ്ഥാനിൽ കഴിഞ്ഞ ജാനുവരി 18, ഇന്നേക്ക് 1 വർഷം മുമ്പ്. അത് കൊടും ശൈത്യമാണ്. നമുക്കറിയാം, ഡെസേർട്ടിൽ ഉള്ള തണുപ്പ്. രാത്രി കാലങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഷൂട്ടുണ്ട്. ഇവരുടെ ഈ കോസ്റ്റ്യൂം കൊണ്ട് അറിയാം, വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കുന്നില്ല. വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കാതെ തന്നെ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഈ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ ചെന്നൈയിൽ, പോണ്ടിച്ചേരിയിൽ, സിഞ്ചി ഫോർട്ടിൽ അവസാനിക്കുമ്പോൾ കൊടും ചൂടും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടി വന്നത്. ഇതിനിടയ്ക്ക് പൊടിക്കാറ്റടിച്ചു, അങ്ങനെ നിർത്തേണ്ടി വന്നു. പലർക്കും പണിയുണ്ടായി. സിനിമയിൽ ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ ഇതുപോലെ പൊടിയടിച്ച് പലർക്കും പനിയുണ്ടായി, രോഗമുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചു. പക്ഷെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും അച്ഛൻ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് പോണ്ടിച്ചേരിയിൽ ഷൂട്ടിംഗ് നടന്നിട്ടാണ്. സിഞ്ചി ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയിരുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. അതിന്റെ ഭാഗമായി ലൊക്കേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് 2000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അങ്ങോട്ട് ചെന്നിറങ്ങുന്നേ ഉള്ളൂ. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും കൂടെ, ലാൽ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരെയും കടന്നലാണോ തേനീച്ചയാണോ എന്നുള്ളത് ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്ന് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്നവർ ആ മൊബൈൽ വാങ്ങിച്ച് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാർ നോക്കിയപ്പോൾ മുകളിൽ ഒരു കടന്നൽ കൂട് കണ്ട് അതിലേക്ക് 4 കല്ല് വലിച്ചെറിഞ്ഞു. ആ കടന്നലെല്ലാം കൂടെ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എന്റെ മകന്റെ മുഖമാണ്. എന്റെ മകനാണ് പെട്ടെന്ന് മനസ്സിലാകാത്തതുപോലെ കടന്നൽ കുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, മണികണ്ഠൻ കൂടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും അത് തന്നെ. അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ട ഭയം തോന്നുന്ന നിലയിലേക്ക് മാറിയിരുന്നു. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലെ ഒരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേര് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു വലിയ ചലഞ്ച്. സത്യം പറഞ്ഞാൽ
തോന്നിയ ഒരു സന്ദർഭം. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്തെല്ലാം കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പക്ഷെ സർ ഇത് ഒട്ടും ബോറടിക്കുന്നതായിട്ടല്ല. ബട്ട് വി വുഡ് ഓൾ ലവ് ടു ഹിയർ ദി എക്സ്പീരിയൻസസ്. പക്ഷെ സർ ഇത് വേറെ ദിവസം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ഓഫ് ദാറ്റ്, ഇത്രയും ഒരു മനോഹരം ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന മൂവി ഭാഗമായിട്ട് താങ്ക് യു സോ വെരി മച്ച്. ഐ റിക്വസ്റ്റ് യു ടു സ്റ്റേ ബാക്ക് ബിക്കോസ് വി ആർ ഗോയിങ് ടു ഇൻവൈറ്റ് ദ മാൻ ബിഹൈൻഡ് ദ മാജിക്, മാൻ വിത്ത് ദ മിഡാസ് ടച്ച്. അക്ഷരാർത്ഥത്തിൽ അതാണ് ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വിശേഷണം. കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഓർക്കുക, അതിനോടൊപ്പം സാമ്പത്തിക വിജയം നേടുക, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിവുള്ള അപൂർവത്തിൽ അപൂർവമായ ഒരു സംവിധായകനാണ് അദ്ദേഹം. Ladies and gentlemen, with a huge round of applause, let us welcome on stage the king of experimental cinema, the master of chaos, the one and only Lijo Jose Pelliശ്ശേരി. നമസ്കാരം. ലാലേട്ടന്റെ കൂടെ ആദ്യമായിട്ട് പടം ചെയ്തപ്പോ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമുക്കൊപ്പം ഷെയർ ചെയ്യാമോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്ത് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജം, കാണാത്തത് പോയി, കണ്ടതെല്ലാം പൊയ്യായിരുന്നു, ഇനിയത് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഇത്രമാത്രം പറഞ്ഞിട്ടുള്ള Shibu sir, I'm sure Shibu sir could also ask something to the man behind the magic. ഞാനതിൽ പറഞ്ഞില്ലേ, ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റിനകം കഥ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇന്ററാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു ലാംഗ്വേജിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസമാണ്. Thank you very much, sir. Thank you so very much. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സിനിമ വരുമ്പോൾ we can expect magic in your movie. So thank you so much. Be seated. പിന്നെ അവിടെ നിന്നും ആമീൻ, പിന്നെ ഇന്ന് വാല്യമലനെ എത്തി നിൽക്കുന്ന ഈ ചിത്രത്തിൽ you've been with Lijo throughout his journey. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ what do you have to say about his evolution as a director? അദ്ദേഹത്തിന് എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് സൗഹൃദം ആണ്. എൻ്റെ ഒരു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൗഹൃദമാണ്. പിന്നെ ഒരേപോലെയുള്ള ചിന്തകളുണ്ട്, കഥകൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം കൂടിയാണ്, കലയും സൗഹൃദവും കൂടിയുള്ളൊരു ബ്ലെൻഡാണ്. So as a director, you see him evolving with each movie, അല്ലേ? അതെ. Anything else നമ്മൾ എല്ലാവരും പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു മൂവിനെ കുറിച്ചോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇത് സത്യത്തിലൊരു വലിയ എക്സൈറ്റ്മെന്റ് ആണ്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 വയസ്സുള്ളപ്പോൾ, എനിക്കും ലിജോക്കൊക്കെ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. 2 വയസ്സുള്ളപ്പോൾ സിനിമയിൽ വന്ന ഒരാളാണ് ലാലേട്ടൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ഞങ്ങളിപ്പോൾ 40+കാരാണ്. ഞാൻ ഏതാണ്ട് 44-45 ആണ്. അപ്പൊ ഇത്രയും കാലം സിനിമയിൽ നിന്നാൽ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ചൊരു പ്രതിഭാസം എന്ന് പറയാവുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്തു. ലിജോയും ഞാനും ഒരുമിച്ച് 3ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിലുപരി ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ, എല്ലാ തരക്കാരുമായിട്ടുള്ള ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ ഏതാണ്ട് 1 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ സിനിമയുടെ വർക്ക് തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1 വർഷം സിനിമ ഷൂട്ട്, ഏതാണ്ട് 6 മാസത്തോളം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. കഥ ഡെവലപ്പ് ചെയ്യാനും സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ ആയിട്ട്. പൂർണ്ണമായിട്ടും ഇത് ലിജോയുടെ കോൺസെപ്റ്റും അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റുമാണ്. ഞാൻ ഇതിനോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. Thank you very much. Thank you. Thank you very much. നമസ്കാരം. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചു. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കാം ഒരാൾ. അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ ബമ്പർ വാങ്ങും.
മാസത്തെ നറുക്കെടുപ്പിന് ആ ഓണം കൊണ്ടൊന്നും അയാൾക്ക് തന്നെ അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം മലയാള സിനിമയെ പി.എൻ. മേനോൻ സാർ വാതിൽ കുറച്ച് ചിത്രീകരണത്തിലേക്ക് മുഴുവനായിട്ടും കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു സിനിമ. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ. ആ സിനിമ വീണ്ടും എം.ടി. സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ അതിൽപ്പെടുന്നു. അതിൽ നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിനെ സംവിധാനം ചെയ്യുന്നു. ആ സിനിമയിൽ മധുസാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയ ലോട്ടറി എന്ന് ഞാൻ പറയാനില്ല. അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ലിജോയുടെ ഈമയവും ചെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, തനി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ പെല്ലിസ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോൾ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു വെയിറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇത് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായിലെത്തുന്നു, ലിജോയെ കാണുന്നു. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു ലിജോ എനിക്ക് വേണ്ടി കാത്തുവെച്ചത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയും ഫുള്ളായിട്ട് യാത്രയും ചേട്ടന് ആ ഒരു സമ്മാനം കിട്ടിയതുപോലെ ഒരുപാട് ആക്ടേഴ്സിനും അതേ സമ്മാനം തന്നെ കിട്ടട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു മൂവി നല്ലൊരു തുടക്കമാവട്ടെ. Again to reach higher success. Thank you very, very much. Happens in the film. So I will leave once more and many more times for you all to go and watch the cinema on the big screen. Yeah. Enjoy this song and the rest of the film. Sonali is saying that this is your first South Indian language movie. So how was it working with a hit maker Lijoo sir and the legendary Lalaton? How was it? Unreal, surreal, unbelievable. Although I've done some films back home, coming out of your comfort zone into a new world altogether is a huge challenge. But Lijoo sir he just flows like water, and he lets everyone in the flow and the journey, and you don't know what you end up doing. So we all surrendered to his vision, his magic on screen, and trust me, what you're going to witness from the 25th of Jan is something that we in Indian cinema have not witnessed. So this journey has been like a dream come true. Along with that, or I think it all becomes even more grand with Mohanlal sir. He is the most wonderful co-star that anyone can have. He's so talented, so down to earth, and he's such a supporter for everyone who's performing, because most of us are working in this industry for the first time, and he was there on the set making sure that we're all doing our best, we're all comfortable, we're all confident. So sir, you're amazing. I was a fan of your work, but now I'm a fan as a person, as a co-star. And Lijoo sir is like a maker that Indian cinema is going to look forward to. So even back in Bombay, we have huge fans of his work, whether it's this Jallikattu or Rangamali Diaries. We have huge fans of his.
and not just in Mumbai but the whole country and the whole world is going to witness his creation in the coming years for sure. Along with that, I want to thank Kochuman sir who cast me, or he called me, or he made everything so comfortable. You know, when you work in an industry which is outside of yours, you need that support and comfort zone. So which Kochuman sir, Shibu sir, Achu, Max Lab, Jacob, everybody made sure that we were like a one big huge family shooting in Rajasthan over a year. But I'm thankful for this opportunity, and I think this dance performance was inspired from Apsara Ali, which Lijo sir is a fan of, and we tried to recreate that magic in Malayalam cinema, not just in Malayalam but Tamil, Telugu, Kannada and Hindi. I hope people will like it. People will love the film for sure, and I can't wait to buy the first ticket and watch the film at first 6:30 a.m. that you watch. Yeah, I want to witness it with the fans and the whole euphoria. So yeah, I can keep on talking. Thank you so much, and we would love to keep hearing you. And welcome to the Malayalam film fraternity. Thank you. We are blessed to have you, and it was wonderful watching you perform. Thank you so much. Thank you so much. Kandada nijam kaanadada poi, nee kandadellam poi, eni kaana povada nijam. Thank you so much. എനിക്ക് already അടുത്ത introduction-ലേക്ക് lead കിട്ടി with this great introduction of us, with this great line of us, with this great face of us. അടുത്തതായി നമ്മൾ ഏറെ സ്നേഹിക്കുന്ന, അതിൽ ഏറെ ആരാധിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഈ വേദിയിൽ ക്ഷണിക്കാം. It's so great to have you here. Thank you very much. കഴിഞ്ഞ 45 years കൂടുതൽ you've always been fascinating all of us. ലാലേട്ടന്റെ പെർഫോമൻസ് വെച്ചിട്ട് you are a celebrated actor and a star, not just in Malayalam, not just in Kerala, but across the globe. The best of technicians, the best of directors, എല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ട് പോലും you say this movie has something that the world has not seen. What about this movie makes you say this statement? Good evening. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനകൾ. ഈ സിനിമ, ചില സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ സിനിമയാണ്. ലിജോയെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലത്ത് തന്നെ അറിയാം, ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നടന്നില്ല. ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്ന് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ലിജോയോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു സിനിമ സത്യസന്ധമായി. താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇത് എന്തുകൊണ്ടുണ്ടായി, എന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും
ഉമ്മച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കിൽ കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്, ഒരു ഫെയറി ടെയിൽ, ഒരു ഫോക്സ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഫേബിൾ പോലെയൊക്കെ ഉള്ള ഒരു സിനിമയാണ്, ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, വിഷമുണ്ട്, റിവെഞ്ച് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസമുണ്ട്, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ട്. ഈ കണ്ടത് നിജം, കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴേ അറിയും. പിന്നെ ഈ സിനിമ വളരെ വലുതായപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല, ഇതൊരു മലയാള സിനിമയല്ല. ഇത് നിങ്ങൾ തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ, കന്നഡയിൽ കണ്ടാൽ, ഹിന്ദിയിൽ കണ്ടാലൊക്കെ ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിൻലി, പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല, ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ, ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഏറ്റുപറച്ചിലല്ല, ഒരു കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളുടെ പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും ഒരു കംപ്ലൈന്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഇവിടെ നൃത്തം ചെയ്ത സൊനാലി ഒരു മറാഠിയിലുള്ളൊരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് ബിജുവിന്റെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൊച്ചു റോളായി പോലും രാജീവൻ ഒക്കെ ഉണ്ട്. ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. കൊച്ചുമോൻ, താങ്ക് യു. കൊച്ചുമോൻ, സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിലെ എന്താ പറയണ്ട, പിന്നെ ഇതിലെ ഗാനങ്ങൾ മിസ്റ്റർ റഫീഖാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ചില ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. റാക്ക് എന്നുള്ള പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രവർത്തിച്ചത് എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയൊരു സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ടോണുകൾ, അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായാലും ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിനൊരു അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകന്റെ കൂടെയും നല്ലൊരു പ്രൊഡക്ഷൻ്റെയും കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിലും ഭാഗ്യമാണ്. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പൊ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, ഈ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾ നേരിടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് കൊടുക്കുന്നത്.
ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാര്യം നല്ല സിനിമയെ കൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിലെ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട, മലയാളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ടൈറ്റിൽ ചെയ്ത് നടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു മീഡിയയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ലൊരു 2 വരി ഇവിടെ പാടാമോ? അതൊരു പ്രത്യേക പാട്ടാണ്, അങ്ങനെ പാടാൻ പറ്റില്ല. അത് പറയാൻ കാര്യം അത് ഈ ബോഡി ടാപ്പിംഗ്, ബോഡി അല്ല, എൻ്റെ ഒരു താളമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിനില്ല. ദേഹത്ത് തട്ടി പണ്ട് നമ്മളിങ്ങനെ തട്ടിപ്പാടില്ലേ, താളമില്ലാണ്ട് എങ്ങനെ പാടും? അപ്പൊ പാട്ട് നിങ്ങൾക്ക് ഇവിടെ അവർ പ്ലേ ചെയ്യുന്നുണ്ടോ അതെനിക്കറിയില്ല. അങ്ങനെ വേണ്ടല്ലേ? Thank you. Thank you so much. The first time we witnessed the teaser was on the December 6th, 2023. Lalaten forward. Lalaten, I request you to kindly come back because we are kathirikkunna nimisham ipo ethamonadu. So December 6th, 2023 ആണ് the first teaser നമ്മൾ എല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അന്ന് തൊട്ട് എപ്പോ ഒരു ടീസർ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതിൽ എന്താണ് നെക്സ്റ്റ് കാണാൻ പോണേ. I'm very sorry. Thank you so much. ഇവിടെ പാടിയതിന്, പാട്ട് കേട്ടതിന്, ഇതിൽ ഇവിടെ ഡാൻസ് ചെയ്തതിനൊക്കെ ഞാനത് എക്സൈറ്റ്മെന്റ്, ഞാൻ എക്സൈറ്റഡ് ആണല്ലേ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ്. സോ ബ്യൂട്ടിഫുള്ളി 2 പേരും 3 പേരും ഞാനും. താങ്ക് യു വെരി മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ December 6th, 2023 ആദ്യമായിട്ട് ടീസർ നമ്മൾ എല്ലാവരും വിറ്റ്നസ് ചെയ്തത്. അപ്പൊ മുതൽ എപ്പോ ഒരു ടീസർ വരുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കും ഇതിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ, ഇതിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ തിങ്ക് ഇൻ ദ മലയാളം സിനിമ ഇൻഡസ്ട്രി ഒന്നും തന്നെ നമുക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. അത് കാരണം തന്നെ this moment is a dream come true moment when we are going to be officially launching the, can I hear from all of you? Yes, with huge round of applause. Malaikottai Vallippan. ഇവിടെ ഇരുന്ന് എനിക്ക് ഫുൾ കാണാൻ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് പ്രാവശ്യം വീട്ടിൽ കാണിക്കുന്നു. തീർച്ചയായിട്ടും. All right, so ladies and gentlemen, let's wait for the dream moment, the launch. So the DNFT family will be giving mementos to the team of Malaikottai Vallippan. Okay. Thank you very much. Thank you very much. I request everybody except Lalaten to be seated on the guests, among the guests. And let's take a group photograph.
for your award. Thank you very much. Thank you to each one of you and wishing you a grand success for your upcoming release. So good night everybody. I hope all of you had a wonderful time. This is me, Poojitha Menon, signing off. Good night.